പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും ലക്ഷദ്വീപിലെ ജനങ്ങളെയും വളരെ മോശം ഭാഷയിൽ അപമാനിച്ച മാലിദ്വീപിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വിവാദം കത്തുകയാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ കൂടുതൽ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായിട്ട് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തിയിരിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി മാറുന്നു. ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികളോട് മാലിദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചേംബർ ഓഫ് കൊമേഴ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് കാണുന്നത്. കാരണം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മാലിദ്വീപിനെതിരായി ഇത്തരം ഒരു നിലപാട് ചേംബർ ഓഫ് കൊമേഴ്സ് സ്വീകരിക്കുന്നത്. അത് മാത്രവുമല്ല, ലക്ഷദ്വീപിലേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കുമുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യുവാനും ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികളാണ് ഈ പറയുന്ന ടൂറിസ്റ്റുകളെ കൂടുതലും ആകർഷിക്കുന്നത്. അവരുടെ പല ടൂർ പാക്കേജുകളുമാണ് ടൂറിസ്റ്റുകൾ എങ്ങോട്ട് പോകണമെന്ന് പോലും തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകമാവുന്നത്. മാലിദ്വീപിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് ഇന്ത്യയിലുള്ള ടൂറിസ്റ്റ് കമ്പനികൾ നൽകിയിരുന്നത്. എന്നാൽ ഇനി മുതൽ അത് നൽകേണ്ടതില്ല എന്നാണ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാലിദ്വീപിലേക്കുള്ള വിമാന സർവീസുകൾ അവസാനിപ്പിക്കുവാനും ചേംബർ ഓഫ് കൊമേഴ്സ് ഏവിയേഷൻ ആൻഡ് ടൂറിസം കമ്മിറ്റി മേധാവിയായ സുഭാഷ് ഗോയൽ ഇപ്പോൾ വ്യോമയാന കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാലിദ്വീപിന്റെ ടൂറിസത്തിലെ പ്രധാന ഉപയോക്താക്കൾ ഭാരതീയരാണെന്നുള്ള കാര്യം അവർ മറന്നു. രാജ്യത്ത് വിദേശ നാണ്യവും തൊഴിലും ലഭിക്കുന്നത് ഇന്ത്യൻ സഞ്ചാരികൾ ദ്വീപിലെത്തുന്നത് കൊണ്ടാണെന്നും അവർ വിസ്മരിച്ചു. അതിനാൽ മാലിദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ഇന്ത്യയിലെ ദ്വീപുകളായ ലക്ഷദ്വീപിലേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കും സഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ടൂർ ഓപ്പറേറ്റർമാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റു ദ്വീപുകളായ ശ്രീലങ്ക, മൗറീഷ്യസ്, ബാലി എന്നിവയെയും മാലിദ്വീപിന് പകരമായി ഉയർത്തിക്കാട്ടാവുന്നതാണെന്നും ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് അതോടൊപ്പം തന്നെ ഏവിയേഷൻ ആൻഡ് ടൂറിസം കമ്മിറ്റി മേധാവിയായിട്ടുള്ള സുഭാഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് നിലപാട് കൃത്യമാണ്. നോക്കൂ, ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിലപാടാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അത് കാനഡ ആയിക്കോട്ടെ, അത് നേപ്പാൾ ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, അത് ഈ പറയുന്ന മാലിദ്വീപ് ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, USA ആയിക്കോട്ടെ, ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ഈ 145 കോടി ജനങ്ങളുടെ അഭിമാനം ഈ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും രോമാഞ്ചമാണ് തോന്നിപ്പോകുന്നത്. കാരണം എത്ര കൃത്യമാണ് നിലപാട് നോക്കൂ. അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ഈ രാജ്യത്തെ ജനങ്ങളെ, ഇവിടുത്തെ സംസ്കാരത്തെ, ലക്ഷദ്വീപിലെ ജനങ്ങളെയൊക്കെ ആരെങ്കിലും അപമാനിച്ചാലും അതൊന്നും കണ്ടില്ല എന്ന് വടിച്ചിട്ട് ആ നയതന്ത്ര ബന്ധത്തിന്റെ പേര് പറഞ്ഞ് പിന്നെയും ചങ്ങാത്തം തുടരാനും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കാനും ഇത് പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. പണ്ടും ഇന്ത്യക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഭരണാധികാരികൾ അതിന് തയ്യാറായില്ല എന്നതായിരുന്നു വസ്തുത. എന്നാൽ ഇന്നത്തെ ഗവൺമെന്റ് അതിനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നു. മാലിദ്വീപിനെതിരെ ഇവിടെ എത്ര കൃത്യമാണ് ഇന്ത്യയുടെ നിലപാട് നോക്കൂ. നിങ്ങൾ ലക്ഷദ്വീപിനെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ പ്രൊമോട്ട് ചെയ്തോ, വേണമെങ്കിൽ ശ്രീലങ്കയും മൗറീഷ്യസിനെയും ബാലിയെയും പ്രൊമോട്ട് ചെയ്തോ, പക്ഷേ ഇനി കൂടുതൽ മാലിദ്വീപിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല. അങ്ങോട്ട് അനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ വിമാന സർവീസുകളുടെ ആവശ്യവുമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ അവർ ഇകഴ്ത്തിയിരിക്കുന്നു, പ്രധാനമന്ത്രിയെ കളിയാക്കിയിരിക്കുന്നു, പരിഹസിച്ചിരിക്കുന്നു, ഇകഴ്ത്തിയിരിക്കുന്നു. ഒപ്പം അവർ ഈ പറയുന്ന ലക്ഷദ്വീപിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തെ ടൂറിസത്തിൽ ഇനി വല്ലാണ്ട് അങ്ങ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അവരുടെ കാര്യം നോയിക്കോട്ടെ, ഇന്ത്യയുടെ സഹായമൊക്കെ മതി എന്ന നിലപാടാണ് ഇവിടെ ഭാരതം സ്വീകരിച്ചിരിക്കുന്നത്. മാലിദ്വീപിലേക്കുള്ള വിമാന സർവീസുകൾ അവസാനിപ്പിക്കുവാൻ കമ്പനികളോട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വിദഗ്ധ സമിതി ആവശ്യപ്പെട്ടു എന്നാണ് സുഭാഷ് ഗോയൽ വ്യക്തമാക്കുന്നത്. ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയോട് ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിക്ഷേപം നടത്താൻ കമ്മിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എത്ര കൃത്യമായ നിലപാടാണെന്ന്. ഇവിടെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. അതും ഈ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സംഘടനയ്ക്ക് തന്നെ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും ഒക്കെ നിക്ഷേപം നടത്തിക്കോ. ഇനി അവിടെയാണ് ടൂറിസം കളിക്കാൻ പോകുന്നത്. ധൈര്യമായിട്ട് പൊക്കളാനാണ് പറയുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ദശലക്ഷക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളായിരിക്കും പല കമ്പനികളും സമ്പന്നരും ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക. അവിടെയാണ് ഗവൺമെന്റിന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ട്രാവൽ ഏജൻറ്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അഡ്വഞ്ചർ ടൂർ ഓപ്പറേറ്റർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അസോസിയേഷൻ ഓഫ് ഡൊമസ്റ്റിക് ടൂർ ഓപ്പറേറ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകൾക്ക് ഇതേ നിർദ്ദേശം തന്നെ ഇന്ത്യയുടെ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകിയിരിക്കുകയാണ്.
ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തി മാലിദ്വീപ് അങ്ങനെ ഞെളിയേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട, ഞാൻ ഈ കേരളത്തിലുള്ള ചിലരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, മെജോറിറ്റി സെലിബ്രിറ്റികളും ഉണ്ടല്ലോ, ഞാൻ ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞ് ഉറക്കം നടിക്കുന്നവരാണ്. അവരെ കുറിച്ചല്ല പറയാൻ പോകുന്നത്, ഞാൻ ഇന്ത്യയിലെ സെലിബ്രിറ്റികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീരേന്ദർ സേവാങ്, അമിതാഭ് ബച്ചൻ, അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ കങ്കണ റാവത്ത്, അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഇപ്പോൾ വളരെ പോപ്പുലറായി നിൽക്കുന്ന ക്രിക്കറ്റ് പ്ലേയേഴ്സ് അടക്കം 100 കണക്കിന് സെലിബ്രിറ്റികളാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന നമ്മുടെ ഐലൻഡിനെ പ്രൊമോട്ട് ചെയ്യുകയും ഈ പറയുന്ന മാലിദ്വീപ് കാണിച്ച ഈ വളരെ മോശമായ പ്രവൃത്തിയെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതാണ് ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരൻ സെലിബ്രിറ്റി ആണെങ്കിലും രാജ്യത്തിന് ഒരു ആവശ്യം വന്നാൽ ഒന്നിച്ചു നിൽക്കും. അവിടെ സിനിമ ഇറങ്ങുമ്പോൾ 3 പ്രേക്ഷക പിന്തുണ കുറഞ്ഞു പോകുമോ എന്ന് പറഞ്ഞ് മാളത്തിൽ കയറി ഒളിച്ചൊന്നും ഇരിക്കില്ല. എന്തായാലും രാജ്യത്തിന്റെ സെലിബ്രിറ്റികൾ അവരൊക്കെയാണ്, അല്ലാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നവരെ നമുക്ക് അങ്ങനെ കാണാനും പറ്റില്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിക്കും മേക്ക് മൈ ട്രിപ്പ് കമ്പനിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ലക്ഷദ്വീപിനെ ആപ്പിൽ തിരയുന്നവരുടെ എണ്ണം 3400% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് 3400% വർധനവ് ലക്ഷദ്വീപിനെ ഈ മേക്ക് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ആപ്പിൽ തിരയുന്നവരുടെ എണ്ണത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നു. സോ ഇത് കൃത്യമായ ഒരു ഗ്രോത്ത് ആണ് നമ്മൾ കാണിക്കുന്നത്. ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുമൊക്കെ ശരിക്കും നാളെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആകാൻ പോവുകയാണ്. മാലിദ്വീപ് ഗോവി അടിച്ചവിടെ ഇരിക്കുകയുള്ളൂ.